ഈ വിൻ്റർ സ്റ്റാർട്ട് ചെയ്ത പിന്നെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത പരിപാടി എന്താണെന്നറിയോ? രാവിലെ നേരത്തെ എണീക്കൽ തന്നെ. പക്ഷെ നമ്മൾ എണീക്കും എത്ര മടിയാണെങ്കിലും, ബിക്കോസ് നമുക്ക് ആര് തിന്നാൻ തരും? ഇവിടെ നമുക്ക് ആരും തരില്ല ഒന്നും തിന്നാനായിട്ട്, നമ്മൾ തന്നെ ഉണ്ടാക്കണം. അപ്പോൾ രാവിലെ തന്നെ എണീക്കും. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ. ബനാനയുടെ ആവശ്യമൊന്നുമില്ല, ഞാൻ നല്ലൊരു ഭംഗിക്ക് സൈഡിൽ വെക്കുന്നു എന്ന് മാത്രം. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് മിൽക്കിലുണ്ടാക്കാം, അല്ലെങ്കിൽ വാട്ടറിലുണ്ടാക്കാം. ഞാനിവിടെ വാട്ടറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്തിൽ വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എന്നെപ്പോലെ മെഷർമെൻറ്റൊന്നും വലിയ പിടുത്തമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇതുപോലത്തെ ഒരു സാധനം വാങ്ങി വെച്ചോളാം, നല്ല ഉപകാരപ്പെടും. ഇതിന് പ്രത്യേകിച്ച് ഒരു റെസിപ്പി ഇല്ല. വെള്ളം തിളപ്പിക്കുക, ഓട്സ് ഇടുക, മിക്സ് ചെയ്യുക. വലിയ വേവുള്ള സംഭവം അല്ലാത്തതുകൊണ്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് റെഡിയാവും. ഇത്രേ ഉള്ളൂ സാധനം, വെരി സിമ്പിൾ. എന്നെപ്പോലെ പാത്രത്തിന് സ്ക്രാച്ചൊക്കെ വീഴുന്ന ഓർത്ത് ഇളക്കാൻ മടിയുള്ള ആൾക്കാരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റാണ് ഈ സാധനം, സിലിക്കൻ്റെ സ്പാച്ചുല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നമ്മുടെ ഓട്സ് റെഡി ആയിട്ടുണ്ട്, നമുക്കൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. ഇത് ഞാൻ കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഉണ്ടാക്കിയേക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി വാട്ടറി ആക്കി ഉണ്ടാക്കാം. എന്തായാലും ബൗളാക്കി ചെയ്തിട്ട് നമുക്ക് അതിനകത്തേക്ക് സെർവ് ചെയ്യാം. ഈ സാധനത്തിന് കാണാൻ വലിയ ലുക്കൊന്നും ഉണ്ടാവില്ല, അത് ആദ്യമേ ഞാൻ പറഞ്ഞേക്കാം. പിന്നെ കുറച്ച് എസ്തെറ്റിക് ആക്കണമെങ്കിൽ വേണമെങ്കിൽ കുറച്ച് നട്ട്സോ ബെറീസോ എന്തെങ്കിലും ഇടാം. ഞാൻ കുറച്ച് ആപ്പിളും കുറച്ച് ഹണിയും ഡ്രിസിൽ ചെയ്തു ഇതിൻ്റെ മുകളിലേക്ക്. ഞാൻ ഡ്രസ്സ് അയൺ ചെയ്യാൻ വന്നപ്പോഴാണ് ഞാൻ ഓർത്തത് നിങ്ങൾക്കൊരു സാധനം കാണിച്ചാൽ. ഇതാണ് ലിൻഡ് റോളർ. ഇത് പ്രത്യേകിച്ച് ബ്ലാക്ക് ഷർട്ട്, കോട്ട് അതൊക്കെ ഇടുന്ന സമയത്ത് പെട്ടെന്ന് വൈറ്റ് ത്രെഡ്സ്, ജസ്റ്റ് വൈറ്റ് ഡസ്റ്റ് അതൊക്കെ ഇരുന്നാൽ പെട്ടെന്ന് അറിയാൻ പറ്റും. അതൊക്കെ കളയാനായിട്ട് ഇത് നല്ല ഒരു സാധനമാണ്, എല്ലാവരുടെ കയ്യിൽ വേണ്ട ഒരു സാധനമാണേ. ആരും പേടിക്കണ്ട, ഞാനിതെല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് ആ ടേപ്പ് നോക്കിയാൽ കാണാൻ പറ്റും ലിൻഡൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് ഒട്ടിപ്പിടിച്ച്. നമുക്ക് ലഞ്ച് പാക്ക് ചെയ്യാം. നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുക കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചോറിൻ്റെ പോർഷൻ വളരെ ഞാൻ കുറച്ച് പകുതിയായിട്ട്, ബാക്കി പോർഷനിൽ വെജിറ്റബിൾസ് ഉണ്ടല്ലോ, പിന്നെ കറി, പിന്നെ ഒരു 3 ബിസ്ക്കറ്റും പാക്ക് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്.